ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കൺമഷി ഉണ്ടാക്കിയാലോ? ഔഷധയുക്തമായ കൺമഷിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഔഷധ ചെടികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കൺമഷി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഞാനിതാ ഔഷധ ചെടികൾ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. പാടത്തുനിന്നും പറമ്പിൽ നിന്നൊക്കെ ആയിട്ടാണ് ഞാൻ ശേഖരിക്കുന്നത്. ഞങ്ങളെ വീടിൻ്റെ ബാക്കിലുള്ള പാടാണ്. അപ്പോൾ എനിക്കിതാ പറമ്പിൽ നിന്ന് ആദ്യം തന്നെ മുക്കുറ്റി കിട്ടിയിട്ടുണ്ട്. മുക്കുറ്റിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് തന്നെയാണ് മുക്കുറ്റി. പിന്നെ വാതപിത്ത ദോഷങ്ങൾക്ക് ഫലപ്രദമാണ്. പനി, ചുമ, അതിസാരം, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അൾസറിനും മുറിവുകൾ ഉണങ്ങുന്നതിനും മരുന്നായി മുക്കുറ്റിയുടെ നീര് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മുക്കുറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ പൂവാങ്കുരുന്നില, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇത് ശരീരതാപം കുറയ്ക്കുന്നതിനും മൂത്രപ്രവാഹം സുഗമമാക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രക്തശുദ്ധിക്കും വിഷം കളയുന്നതിനും ഈ സസ്യം സമൂലം ഔഷധമായി ഉപയോഗിക്കുന്നു. പിന്നെ മലമ്പനി, പനി, നേത്ര ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ പൂവാങ്കുരുന്നില നീരിൽ പകുതി എണ്ണ ചേർത്ത് കാച്ചി തേച്ചാൽ മൂക്കിൽ ദശ വളരുന്നത് മാറും. പിന്നെ തലവേദനക്കും നല്ലതാണ്. അടുത്തത് തുളസിയാണ് കേട്ടോ. തുളസി 2 തരമുണ്ട്, കൃഷ്ണ തുളസി, രാമ തുളസി, അങ്ങനെ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഞാൻ എടുക്കുന്നത് കൃഷ്ണ തുളസിയാണ്. ഔഷധ ഗുണം ഏറുള്ളത് കൃഷ്ണ തുളസിക്കാണ്. നമുക്ക് ചുമ, തൊണ്ടവേദന, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് തുളസിയില നല്ലതാണ് കേട്ടോ. തുളസിയിലായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കണ്ണിൽ 2 തുള്ളി വീതം ഒഴിച്ചാൽ ചെങ്കണ്ണ് മാറും കേട്ടോ. ഇനി തുമ്പയാണ് വേണ്ടത്. തുമ്പ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ വ്യാപകമായി കാണുന്നതാണ്. നേത്രരോഗങ്ങൾക്ക് തുമ്പയുടെ നീര് കണ്ണിൽ ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒഴിച്ചാൽ നേരെ കുളത്തിൽ പോയി ചാടണം എന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുക. കാരണം അത്രക്കും നീറ്റലായിരിക്കും കേട്ടോ. പിന്നെ തേള് കുത്തിയ ഭാഗത്ത് തുമ്പയിലെ നീര് അരച്ച് പുരട്ടുന്നത് അതിൻ്റെ വിഷത്തെ ഇല്ലാതാക്കും. പിന്നെ തുമ്പവേരും കുരുമുളകും ഇട്ട് തിളപ്പിച്ച വെള്ളം കൃമിശല്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ തുമ്പയിലയും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളം ജലദോഷത്തിനും നല്ലതാണ്. ഇനി വേണ്ടത് കഞ്ഞിക്കൂർക്ക, അതായത് പനിക്കൂർക്ക. ഇത് നമ്മൾ കുട്ടികൾക്ക് പനി, ജലദോഷം, കഫക്കെട്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിട്ട വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. അടുത്തത് കഞ്ഞുണ്ണി, കയ്യോന്നി എന്നും പറയും. കഞ്ഞുണ്ണി വളരെ പ്രധാനമാണ്. ഇത് നമ്മളെ പാടത്തു നിന്നൊക്കെ നമുക്ക് കിട്ടും. മുടിയുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനൊക്കെ വളരെ പ്രധാനമായൊരു ഔഷധമാണ് കയ്യോന്നി. അതുപോലെ തന്നെ ബുദ്ധി വികസിക്കാനും ത്വക്ക് രോഗങ്ങൾക്കും നല്ലതാണ്. പിന്നെ മുടി കൊഴിച്ചിലിനും കാഴ്ചക്കുറവിനും ശിരോവേദനക്കും കഞ്ഞുണ്ണി നീര് കാച്ചിയ എണ്ണ തലയിൽ തേച്ചാൽ മതി. പിന്നെ വെള്ളപ്പാണ്ടിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കണ്ട. കഞ്ഞുണ്ണി, കയ്യോന്നി മാത്രം കിട്ടിയാലും അതിൻ്റെ നീരേറ്റും നമുക്കുണ്ടാക്കാം. അതുപോലെ തന്നെ വെറ്റില, നാരങ്ങ, തുളസി, കഞ്ഞിക്കൂർക്ക ഇതേറ്റും നമുക്കുണ്ടാക്കാം. പക്ഷേ നമ്മളിവിടെ ഔഷധയുക്തമായ കൺമഷിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇതെല്ലാം നമുക്ക് നല്ല ഔഷധ ചെടികളാണ്. പിന്നെ എല്ലാതും ഒരേ അളവിലെടുക്കുക. തുമ്പ കുറച്ചോളൂ, കാരണം തുമ്പ കുറച്ച് നീറൽ കൂടുതലുള്ളത് കൊണ്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ കണ്ണിൽ ഉപയോഗിക്കുന്നതാണല്ലോ, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനായി എടുക്കുന്ന എല്ലാതും നല്ല വൃത്തിയുള്ളതായിരിക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. ഇനി നമുക്കിതെല്ലാം ഇട്ടൊന്ന് ചതച്ച് ഇതിൻ്റെ നീരെടുക്കാം. ഇങ്ങനെ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചാലും മതി. പക്ഷേ ഇങ്ങനെ ചതച്ച് നീരെടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചതച്ച് എല്ലാം ഇട്ടിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചതച്ചെടുക്കുക കേട്ടോ. അധികം വെള്ളം ചേർക്കരുത്. ഒന്ന് ചതയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് വെള്ളം ഒന്ന് കുടഞ്ഞെടുക്കാം. ഇപ്പോൾ നന്നായി ചതച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കാം. ഒരു 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ഒന്നും കൂടിയും ചതച്ചിട്ട് നീരെടുക്കാം. അപ്പോൾ ഒരുപാട് നീര് കിട്ടും കേട്ടോ. ഇനി ഈ നീരിൽ ഞാൻ കുറച്ച് കർപ്പൂരം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിലും മതി, നിർബന്ധമൊന്നുമില്ല. നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ ഇത് ചേർത്താൽ.
അപ്പോൾ ഈ നീരിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണിയാണ്. ഉപയോഗിക്കാത്ത കോട്ടൺ തുണിയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഈ നീരിൽ അത് നന്നായി പിഴിഞ്ഞെടുക്കുക. ഫുള്ളായി മുക്കിയിട്ട് ചെറിയ പീസുകളാക്കുക. 2 പീസുകളാക്കിയിട്ട് ഇതിൽ നന്നായി മുക്കിയിട്ട് ഈ തുണിയുടെ എല്ലാ ഭാഗവും ഈ നീരാക്കാവുന്ന വിധത്തിൽ ആക്കിയിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുത്താൽ നമുക്ക് ആ നീര് അതിൽ നിന്ന് ഇനിയും പോരും. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് നീര് കിട്ടും. ഇനി നമുക്കിതിനെ അയലിൽ വിരിച്ചിടാം. ഇതൊന്ന് വെള്ളമൊന്ന് ഇതിൽ നിന്ന് വാർന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നേരത്തെ നീര് ബാക്കി ഉണ്ടാവില്ല, അതിലൊന്നും കൂടി മുക്കിയിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് നമ്മൾ തണലത്തിട്ട് ഉണക്കുക. ഇതിന് വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. അപ്പോൾ വെയിലില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് വെയിലത്തിടാൻ പാടില്ല, തണലത്തിട്ടിട്ട് വേണം ഉണക്കാൻ. വെയിലത്തിട്ടാൽ അതിലത്തെ നീരെല്ലാം വലിച്ചെടുക്കും. അപ്പോൾ നമ്മളിത് തണലത്തിട്ടിട്ട് ഉണക്കണം. ഒരു 2-3 ദിവസം പിടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഇത് നന്നായി തണലത്തിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഇതുപോലെ തിരികളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞത് വരെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതൊന്ന് ഉണക്കാനിടും. അപ്പോഴേക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതാണ്. ഇത് ഉണ്ടാക്കുന്ന വിധം. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതൊന്ന് ഫ്ലോപ്പായിപ്പോയി. രണ്ടാമതാണ് എനിക്ക് സക്സസ് ആയത്. അതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കൺമഷി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഞങ്ങളുടെ മുകളിൽ ഇങ്ങനെ പടർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.